നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മെയ് 7 വ്യാഴാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ പങ്കാളിയുമായോ മക്കളുമായോ ഉള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്കോ സാമ്പത്തിക ഞെരുക്കത്തിനോ ഇടയുള്ളതിനാൽ ഓരോ നീക്കത്തിലും ജാഗ്രത പുലർത്തുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കൃഷിയിലോ കന്നുകാലി വളർത്തലിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത നഷ്ടങ്ങൾ സംഭവിക്കാതെ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ശിരോസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ കൂടുതൽ കരുതലെടുക്കുക. ശാരീരികമായും മാനസികമായും ചെറിയ ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ വിജയത്തോടൊപ്പം ഉന്നത പദവികൾ അലങ്കരിക്കാൻ അവസരം ലഭിക്കുന്ന ശുഭദിനമാണിത്. സർക്കാരിൽ നിന്ന് ഗുണാനുഭവങ്ങളും പ്രശസ്തിയും തേടിയെത്തും. കുടുംബത്തിലെ മംഗളകരമായ ചടങ്ങുകളിൽ നേതൃപരമായ പങ്ക് വഹിക്കാൻ ഇന്ന് സാധിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഔദ്യോഗിക രംഗത്ത് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്ന ദിവസമാണിത്. മാതാപിതാക്കളുടെ കാര്യത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക രംഗത്ത് പുതിയ ഉണർവും പുരോഗതിയും ഈ രാശിക്കാർക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. അനാവശ്യമായ മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ ശ്രമിക്കുക. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ കലഹങ്ങൾക്കോ സാധ്യതയുണ്ട്. സ്ഥാനനഷ്ടമോ ധനനഷ്ടമോ സംഭവിക്കാതെ ഓരോ കാര്യത്തിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണിത്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കുടുംബജീവിതത്തിൽ പങ്കാളിയുമായോ മക്കളുമായോ ഉള്ള സന്തോഷക്കുറവ് അല്പം വിഷമിപ്പിച്ചേക്കാം. ഉറക്കക്കുറവോ ദുസ്വപ്നങ്ങളോ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ മനസ്സിനെ ശാന്തമായി നിലനിർത്താൻ ശ്രമിക്കുക. ഭക്ഷണസുഖം കുറയാൻ ഇടയുള്ളതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കുന്ന ദിവസമാണിത്. എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കാൻ സാധിക്കും. വാഹനഭാഗ്യത്തോടൊപ്പം സാമ്പത്തിക ലാഭവും തേടിയെത്തും. നിയമപരമായ തർക്കങ്ങളിൽ അനുകൂലമായ വിധി സമ്പാദിക്കാൻ ഇന്ന് സാധിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. തൊഴിൽപരമായോ മാനസികമായോ ചെറിയ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാൻ ഇടയുണ്ട്. കൃഷി, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാതെ നോക്കണം. ബന്ധുക്കളുമായി അനാവശ്യ കലഹങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ബിസിനസ് രംഗത്ത് മികച്ച പുരോഗതി ദൃശ്യമാകുന്ന ദിവസമാണിത്. വ്യക്തവും സുതാര്യവുമായ അവതരണ ശൈലിയിലൂടെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സൗഖ്യവും നിലനിൽക്കും. അപവാദ പ്രചാരണങ്ങൾ നിഷ്ഫലമാകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത വേണം. തെറ്റായ കൂട്ടുകെട്ടുകൾ ദോഷകരമായ പ്രവർത്തികളിലേക്ക് നയിച്ചേക്കാം. ആരോഗ്യ പ്രശ്നങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പുലർത്തുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലാഭകരമായി മാറുന്ന ശുഭദിനമാണിത്. രാഷ്ട്രീയക്കാർക്ക് പ്രശസ്തിയും അംഗീകാരവും വർദ്ധിക്കും. ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ നല്ല അവസരങ്ങൾ തേടിയെത്തും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബത്തിൽ സന്തോഷവും ബന്ധുക്കളുടെ സഹകരണവും അനുഭവപ്പെടുന്ന ദിവസമാണിത്. രാഷ്ട്രീയത്തിലും സേനയിലും പ്രവർത്തിക്കുന്നവർക്ക് ശത്രുദോഷങ്ങൾ മാറി കാര്യവിജയം ഉണ്ടാകും. സാമ്പത്തിക നേട്ടത്തോടൊപ്പം കീർത്തിയും തൊഴിൽപരമായ പുരോഗതിയും ഇന്ന് പ്രതീക്ഷിക്കാം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.